കോൺഗ്രസ്സുകാര് ചില അവസരങ്ങളിൽ ചില പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. അതിൻ്റെ ഒരു ഫലമാണ് ചിലയിടങ്ങളിൽ നമ്മൾ കാണുന്നത്. അതായത് കടൽ കിഴവന്മാരെ എല്ലാം അകറ്റി നിർത്തിയിട്ട് യുവ നേതൃത്വത്തെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പൊ പാലക്കാട് നമ്മൾ കണ്ടതും അതാണ്. പാലക്കാട്ട് പിന്നെ ആ സന്തതി മുടിയനായ മറ്റൊരു പുത്രനായി മാറി എന്നുള്ളത് വേറൊരു കഥ. അപ്പോൾ തീർച്ചയായിട്ടും ഈ PC വിഷ്ണുനാഥ് ആയാലും ഷാഫി പറമ്പിലും ഒക്കെ തന്നെ കോൺഗ്രസിന് വലിയ വാഗ്ദാനമാണ് നൽകുന്നത്. അവര് വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ചർച്ചകളിൽ ഒക്കെ തന്നെ വളരെ സജീവമായിട്ട് ബബ്ബ അടിക്കാതെ കാര്യങ്ങൾ പറയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ തന്നെ PC വിഷ്ണുനാഥ് കുണ്ടറയിലെ മേഴ്സിക്കുട്ടിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. ചെങ്ങന്നൂരിൽ മത്സരിച്ച് വിജയം നല്ല രീതിയിൽ നേടിയതാണ്. പക്ഷേ മണ്ഡലത്തെ വേണ്ട തരത്തിൽ സംരക്ഷിക്കാതെ ചാനലുകളിൽ പോയിരുന്നപ്പോൾ മണ്ഡലത്തിലുള്ളവർ തിരിച്ച് തക്കതായ മറുപടി കൊടുക്കുകയും ചെയ്തു. അതാണ് പിന്നീട് ചെങ്ങന്നൂരിൽ പരാജയം സംഭവിച്ചത്. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. പണ്ട് ഇതുപോലെയായിരുന്നു. കോൺഗ്രസിലെ K മുരളീധരനും ഈ വാഹനത്തിനകത്തിരുന്നുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന് വടക്കാഞ്ചേരിയിൽ പരാജയപ്പെട്ടു പോയി. ഗ്ലാസ് പോലും താൽക്കാതെ ഇങ്ങനെ ഇരുന്ന് തൊഴുതുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുമായിരുന്നു. പക്ഷേ ആ മുരളീധരൻ പിന്നീട് അങ്ങ് മാറി എന്നുള്ളതാണ്. കരുണാകരന്റെ മകനല്ലേ, രാഷ്ട്രീയം എങ്ങനെ കൊണ്ടുപോകണമെന്നും ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. വട്ടിയൂർക്കാവിൽ പിന്നീട് കണ്ടത് എന്താണ്? അവിടെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കും. മണ്ഡലവുമായിട്ട് വലിയ ബന്ധം, മണ്ഡലത്തിലുള്ളവർക്കും MLA-ആയിട്ട് വലിയ ബന്ധം. എന്നാൽ ഇത് കോൺഗ്രസിനകത്തെ ചിലരുടെ ഗുണങ്ങളാണ്. CPM-ലെ ചില കാര്യങ്ങൾ നോക്കിക്കേ. CPM-ൽ നമ്മൾ എല്ലാവരെയും കുറ്റം പറയുന്നില്ല, പക്ഷെ യുവ നേതൃത്വത്തെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ആ പാർട്ടിയിൽ. പക്ഷേ ഈ സമീപകാലത്തായിട്ട് യുവനിരയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാം തന്നെ പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്നവരാണ്. പാർട്ടിയുടെ അടിത്തറ പോലെ ഇളക്കുന്നവരാണ്. ഇപ്പൊ 2016 കൊല്ലം നിയമസഭയിൽ മത്സരിപ്പിച്ച മുകേഷ് നടൻ വലിയ ചലച്ചിത്ര പുങ്കവനായിട്ട് നടക്കുകയാണ്. മണ്ഡലത്തിനെ പരിഗണിക്കുന്നേ ഇല്ല. വോട്ടർമാരോടെ പോടാമില്ല എന്നുള്ള മട്ടിലുള്ള ഒരു സമീപനമാണ്. 2021 കൊല്ലത്തെ വോട്ടർമാര് അവരുടെ കഷ്ടകാലമെന്നല്ലാതെ എന്ത് പറയാൻ, വീണ്ടും ഈ സാധനം അങ്ങ് ജയിച്ചു പോയി. അത് കോൺഗ്രസ്സുകാരുടെ തമ്മിലടിയാണ് എന്നുള്ളത് നമുക്കല്ലേ അറിയാവുന്നത്. ഈ 2026 അവർ നോക്കിയിരിക്കുകയാണ് അവിടുന്ന് കെട്ടുകെട്ടിക്കാൻ വേണ്ടിയിട്ട്. പാർട്ടി വീണ്ടും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് രാവിലെ 8 മണിക്ക് തന്നെ തോൽക്കും. ഇതേ അവസ്ഥയാണ് ഒരു 4 യുവ നേതൃത്വങ്ങള് CPM അണിനിരത്തിയിട്ടുണ്ട്. അവർ കേരളത്തിൽ ഏത് നിയോജക മണ്ഡലത്തിൽ എന്നാലും രാവിലെ 8 മണിക്ക് തന്നെ തോൽക്കും, ഉറപ്പാണ്. CPM-ന്റെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുന്ന മണ്ഡലത്തിൽ കൊണ്ട് നിർത്തിയാൽ പോലും ഈ 4 എണ്ണത്തിനെ എവിടെ നിർത്തിയാലും രാവിലെ 8 മണിക്ക് പരാജയം ഉറപ്പാണ് എന്നുള്ളത് നമുക്ക് എഴുതി വെക്കാം. അതിലെ ഓരോരുത്തരുടെ കാര്യങ്ങൾ നോക്ക്. ഇപ്പോൾ രാജ്യസഭ MP ആയിട്ടിരിക്കുന്നു. അതിന്റെ കാലാവധി കഴിയാറായിട്ടുണ്ട്. കാലാവധി കഴിയാറായതുകൊണ്ട് കേരളത്തിലെ എല്ലാ കല്ലിടിയലിനും എല്ലാ കാര്യങ്ങൾക്കും പൊലകുളി അടിയന്ത്രത്തിനും എല്ലാം ഓടി നടക്കുകയാണ്. ഓടി നടന്ന് ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറയുന്നത് മറ്റേ ആരെയുമല്ല, A റഹീമിനെ കുറിച്ചാണ്. A റഹീം എന്ന് പറയുമ്പോൾ ഓക്സ്ഫോർഡ് സർവകലാശാലയൊക്കെ അന്വേഷിച്ചതാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഒരു പഠനം നടത്തണമെന്ന് തന്നെ. കാരണം പാർലമെന്റിൽ നടുങ്ങിയ ഒരു ഇംഗ്ലീഷ് പ്രസംഗം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. നോട്ട് ഓൺലി ബട്ട് ഓൾസോ നോട്ട് ഓൺലി. ഇത് പാർലമെന്റിന് മറക്കാൻ കഴിയുന്നതാണ്. ആ പാർലമെന്റിലെ നല്ല ആ ഒരു ശീതളിമയിൽ അങ്ങ് ഒന്ന് മയങ്ങിപ്പോയ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു MP റഹീമിന്റെ പ്രസംഗം കേട്ട് ഞെട്ടി ഉണരുകയാണ് ചെയ്തത്. അത്രയ്ക്ക് ഗംഭീര പ്രസംഗമായിരുന്നേ.
പിന്നെ ഒരു പ്രസംഗമാണ് ഏറ്റവും വലിയ വൈറലായി മാറിയത്. പിന്നീട് നിരവധി പ്രസംഗങ്ങളുണ്ട്. റഹീം ഇങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ എവിടെയെങ്കിലും ഒന്ന് മത്സരിക്കണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പിണറായി വിജയനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. പിണറായി സ്തുതിയും ഒക്കെ നടത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു സീറ്റ് കൊടുക്കും. പക്ഷെ എതിർ പാർട്ടികൾക്ക് പ്രധാന എതിർ പാർട്ടി അവിടുത്തെ BJP-യോ അല്ലെങ്കിൽ കോൺഗ്രസോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിലിരുന്നാൽ മതിയാകും. ഇവരിൽ ഈ പറയുന്നതിൽ ഒന്നാമനായ റഹീം മത്സരിക്കുന്ന മണ്ഡലത്തിലെ അടുത്ത രണ്ടാമത് നമ്മൾ വരുമ്പോൾ ഈ CPM-ലെ തുടർച്ചാവേറായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ജെയ്ക് സി തോമസ്. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ബബ്ബ അടിച്ചു പോകുന്ന ഏറ്റവും വലിയ ഒരു വിദഗ്ധനാണ് ജെയ്ക് സി തോമസ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യായീകരണ തൊഴിലാളി കൊടുക്കുന്ന ക്യാപ്സൂൾ ഉരുട്ടി വെച്ചോണ്ട് വരും. ഇതിനപ്പുറവും ഇപ്പുറവും ഒന്നും പറയാൻ കഴിയത്തില്ല. ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചു. പിന്നീട് അതേ കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ മകനെതിരായിട്ടും മത്സരിച്ചു. 8 നിലയിൽ രാവിലെ 8 മണിക്ക് തന്നെ പൊട്ടി തകർന്നടിഞ്ഞു. ആ ചാവേറ് തന്നെ വീണ്ടും മത്സരിക്കും. അത് പുതുപ്പള്ളിയിലാണോ എവിടെയാണെന്ന് അറിയത്തില്ല. കാരണം ചാനൽ ചർച്ചകളിലൊക്കെ പോയിരുന്ന് തൊണ്ടയിട്ട് അലച്ചുകൊണ്ടിരിക്കുകയല്ലേ. എവിടെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ. ഇത് CPM-ന്റെ അടിത്തറ ഇളക്കുന്ന കുറെ ഒരു 3-4 പേരാണിത്. പാർട്ടിയുടെ നമ്മള് ഈ CPM എന്നൊക്കെ പറഞ്ഞാലും SFI എന്നൊക്കെ പറഞ്ഞാലും തലയ്ക്കകത്ത് നല്ല വിവരവും ആൾതാമസവും ഉള്ളവരായിട്ടാണ് മുൻകാലങ്ങളിൽ കാണുന്നത്. പിന്നീട് അതൊക്കെ മാറി. അപ്പൊ അക്കൂട്ടത്തിൽ വരുന്നവരാണ് ഇവരൊക്കെ തന്നെ. ഇവർക്ക് ഇവർക്കല്ല ദോഷം വരുന്ന പാർട്ടിക്ക് കൂടി ദോഷം ഉണ്ടാകും എന്നുള്ളതാണ്. ജെയ്ക് സി തോമസ് മത്സരിച്ച ആരോട്ട് ചെയ്യും? ഇനി അടുത്ത മൂന്നാമത് വരുന്നത് നമ്മുടെ കേരള സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയ ചങ്ങമ്പുഴയുടെ വാഴക്കുലയെടുത്ത് വൈലോപ്പിള്ളി ശ്രീധരന് കൊടുത്ത് വല്ലവരെ കൊണ്ടും തീസിസ് എഴുതിച്ച് അതുപോലെ തന്നെ ജിമിക്കി കമ്മലോ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന പൊതിച്ചോറിന്റെ രാഷ്ട്രീയം, കലാലയത്തിലെ രാഷ്ട്രീയം, മണ്ണാങ്കട്ട എന്നൊക്കെ പറയുന്ന നമ്മുടെ ചിന്തോ ജെറോമാണ്. ഡോക്ടർ ചിന്തോ ജെറോം യുവജന കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ നേടിയെന്നുള്ളതാണ്. സ്വന്തം വീട് അറ്റകുറ്റപ്പണികൾക്ക് മാറ്റിവെച്ചിട്ട് സർക്കാർ ചെലവിൽ വന്ന് റിസോർട്ടിൽ കഴിഞ്ഞ വിദഗ്ധ കൂടിയാണ് ചിന്തോ ജെറോം. ആ ചിന്തോ ജെറോം കൊല്ലം മണ്ഡലത്തിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട് അവിടെ നിന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ പിന്നെ മുകേഷിന്റെ അടുത്ത സ്ഥാനമാണ് ചിന്തോ ജെറോമിന്. CPM-ന് രാവിലെ തന്നെ തോൽവിയാകും, പുലർച്ചെ തന്നെ തോൽവി ഉറപ്പാക്കാവുന്ന മണ്ഡലമായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. നാലാമത് വരുന്നത് കേരളത്തിന്റെ തലസ്ഥാനത്തിന്റെ മേയറായിട്ടുള്ള ഓൾ സയൻസ് കോളേജിലെ ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നതിനെ പോയി വിളിച്ചോണ്ട് വന്ന CPM-കാര് പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്ത് ഇവിടെ ഇല്ലാത്ത രീതിയിൽ എല്ലാ പുകിലും ഉണ്ടാക്കിച്ചിട്ടുള്ള ഒരു മേയറാണ് ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രന് എവിടെങ്കിലും നിർത്തി പരാജയം സംഭവിക്കുമ്പോൾ ആര്യയ്ക്ക് മാത്രമല്ല, ആര്യയിലൂടെ സകല ഗ്ലാമറും നഷ്ടപ്പെട്ട് പ്രതിച്ഛായ നഷ്ടപ്പെട്ട ബാലുശ്ശേരി MLA ആയ സച്ചിൻ പൈലറ്റിന് പോലും പരാജയം ഉറപ്പാണ്. കാരണം പാവം പിടിച്ച ഒരു KSRTC ജീവനക്കാരന്റെ ജോലി കളയിപ്പിച്ച മേയർ കൂടിയാണ് ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രന് നേമം മണ്ഡലത്തിലാണ് മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നതെന്നാണ് അറിയുന്നത്. എന്തായാലും BJP-ക്ക് നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിലിരിക്കാം, അങ്ങനെ ഇരുന്നാൽ മതി, സുഖമായി ജയിച്ചു കയറുമെന്നുള്ളതാണ്. അപ്പോൾ ഈ 4 പേര് CPM-ൽ നിന്ന് ചാവേറാകാൻ റെഡിയായി നിൽക്കുകയാണ്. ഇവർ നിന്നു കഴിഞ്ഞാൽ ഉറപ്പായും തോൽക്കും എന്നുള്ളത് ആർക്കും അറിയാവുന്ന കാര്യം.